ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് മെറ്റാകോഗ്നിഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ്. വൺസ് ഓൺ തിങ്കിങ് പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു അതീത ചിന്ത എന്നൊക്കെ പറയും, ചിന്തിക്കുന്നതിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മെറ്റാകോഗ്നിഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസും അതേമാതിരി ലേണിംഗ് പഠനത്തിനെയൊക്കെ അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം വെറുതെ വായിച്ചു വിട്ടിട്ട് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഉള്ളിൽ എന്താ കാര്യം എന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിന്തിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുമാതിരി എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും അപ്ലൈ ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ലേണിങ്ങിൻ്റെ എബിലിറ്റീസിന് അതേമാതിരി പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ മെറ്റാകോഗ്നിഷൻ ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്, മെറ്റാകോഗ്നിഷൻ്റെ ഇമ്പോർട്ടൻസ്. അവെയർനെസ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സ്. നമ്മളുടെ ലേണിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ട് നല്ലൊരു അവെയർനെസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. മെറ്റാകോഗ്നിഷൻ ഉള്ളവർക്ക് അവെയർനെസ് ഉണ്ടായിരിക്കും. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കും, മെറ്റാകോഗ്നിറ്റീവ് നോളജ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കും, ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. വെറുതെ ക്ലാസ്സിൽ വരിക, ടീച്ചർ പറയുന്നത് കേൾക്കുക, അത് അതേ അപ്പാടെ പരീക്ഷയ്ക്ക് അങ്ങനെ കാണാപ്പാഠം പഠിക്കുക, അങ്ങനെയല്ലല്ലോ. അവർ ക്ലാസ്സിലിരിക്കും, അത് കേൾക്കും, അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യും, കൂടുതലായിട്ട് ചിന്തിക്കും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ആക്റ്റീവായിട്ടുള്ള ലേണർ ആയിരിക്കും മെറ്റാകോഗ്നിറ്റീവ് നോളജ് ഉള്ളവർ, ആക്റ്റീവ് ലേണർ ആയിരിക്കും. അപ്പോൾ അവരുടെ ലേണിംഗ് പ്രോസസ്സിലുള്ള അവെയർനെസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾ ക്ലാസ്സിൽ വരുമ്പോൾ എവിടെ എത്തി, സിലബസ് എത്രത്തോളം കംപ്ലീറ്റ് ആയെന്ന് പോലും അറിയണ്ടാവില്ല ചില കുട്ടികൾക്ക്. പക്ഷേ ചില കുട്ടികൾ കറക്റ്റായിരിക്കും, സിലബസ് എത്രത്തോളം ആയിരിക്കും, ഇന്ന ടോപ്പിക്ക് കഴിഞ്ഞു, ചിലപ്പോൾ ഒരു ലൈൻ ഒരു സെൻറ്റൻസ് ഒക്കെ ആയിട്ട് ഒരു ടോപ്പിക്ക് കവറായി പോയിട്ടുണ്ടാവും, ആ ടോപ്പിക് അതുവരെ കൃത്യമായിട്ട് അറിയണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിൽ കൃത്യമായിട്ട് അവെയർനെസ് ഉണ്ടായിരിക്കും ഈ മെറ്റാകോഗ്നിഷൻ ഉണ്ടെങ്കിൽ. അടുത്തത് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓൺ തിങ്കിങ്. നമ്മളുടെ തിങ്കിങ്ങിനെ പറ്റിയിട്ട് നമുക്കൊരു അറിവുണ്ടായിരിക്കും, നമ്മുടെ ചിന്തകളെ പറ്റി നമ്മളെ പറ്റി തന്നെ ഒരു അറിവുണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ചിന്തകളെ പറ്റി തന്നെ ചിന്ത ഉണ്ടാവുകയാണ് ഈ മെറ്റാകോഗ്നിഷൻ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ. അപ്പം നമ്മുടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണ്, വീക്കർ ആയിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അത്ര എബിലിറ്റി ഇല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർക്ക് മാത്സിൻ്റെ എബിലിറ്റി കുറവായിരിക്കും, അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ മാത്സ് പോലും വായിച്ച് കാണാപ്പാഠം പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് ആ എബിലിറ്റി ഇല്ല എന്നുള്ള കാര്യമോ, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്പേഴ്സിൻ്റെ ഇടയിൽ ആ കാൽക്കുലേഷനായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക, അല്ലാണ്ട് ലോജിക്കൽ റീസണിങ്ങിൻ്റെ പ്രശ്നമായിരിക്കില്ല. അതിന് ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. നമുക്ക് അവിടെ എന്താണ് നമ്മുടെ അവിടെ സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നത്, എന്താണ് വീക്കറായിട്ടുള്ള ഏരിയ എന്നൊന്നും ചിന്തിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ മെറ്റാകോഗ്നിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണ്, വീക്കർ ആയിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത് പറയുന്നത് എൻഹാൻസ്ഡ് എക്സാമിനേഷൻ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഈ രണ്ട് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ, അതായത് ലേണിംഗ് പ്രോസസ്സിൽ ഒരു അവെയർനെസ് ഉണ്ട്, അതേമാതിരി നമ്മുടെ തിങ്കിങ്ങിനെ പറ്റി തന്നെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി എൻഹാൻസ്ഡ് ആയിക്കോളും. നമുക്ക് പഠിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷന് ചോദ്യം എങ്ങനെ വന്നാലും നമുക്കതിന് എഴുതാനായിട്ടൊരു ഉത്തരം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് മെറ്റാകോഗ്നിഷൻ എന്നുള്ളൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിന് പകരം ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ മെറ്റാകോഗ്നിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ വാട്ട് ഈസ് എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ ഡീപ്പായിട്ട് അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത്തരം അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നൊരു ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ എക്സാമിനേഷൻ പെർഫോമൻസ് കൂടുതലായിരിക്കും. അടുത്ത് പറയുന്നതാണ് എഫിഷ്യൻറ്റ് ടാസ്ക് പെർഫോമൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ടാസ്ക് വന്നു, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ BEdന് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, നമുക്ക് കുറേ അസൈൻമെൻറ്റ്സുകളുണ്ട്, കുറേ ടാസ്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. ഒരു ഡേറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ സൈക്കോളജിനെ തന്നെ എടുക്കാം. സൈക്കോളജിക്ക് നിങ്ങൾക്ക് ലേണിംഗ് പ്രിഫറൻസുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സോഷ്യോമെട്രി ഒക്കെ കണ്ടെത്താനുള്ള ഒരു ക്ലാസ് റൂമിൻ്റെ സോഷ്യോഗ്രാമൊക്കെ വരയ്ക്കാനുള്ള ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ
അടുത്ത് ഒരു ഡേറ്റ് പറഞ്ഞു, ഒരു ടീച്ചർ പറഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ പറ്റിയിട്ട് ആലോചിക്കും, അതിൻ്റെ തിയറി എന്തൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കും, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യും. ഞാനൊരു സ്കൂളിൽ പോകണം, ഒരു ക്ലാസ് കണ്ടെത്തണം, അതിനുശേഷം ഈ കുട്ടികളുടെ ഇന്ന കാര്യത്തിനാണ് വന്നതെന്ന് പറയുക. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആ കാര്യം കണ്ടെത്താൻ, ഇപ്പോൾ സോഷ്യോമെട്രി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, ആ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അത് എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യമേ ഒരു സ്കൂളിൽ ചെന്നിട്ട് ഒരു ക്ലാസ്സിൽ കയറി ചെന്ന് ചെയ്യാൻ പറ്റില്ല, അതിന് പെർമിഷൻ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? നിങ്ങൾ ബെറ്ററായിട്ട് പ്ലാൻ ചെയ്യും, അതേമാതിരി അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഇതൊന്നും ചെയ്യാത്തൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, നമ്മൾ പോകുന്നവരോ കൂട്ടത്തിൽ അങ്ങനെയായിട്ട് പോയി ഒരു ഓളത്തിൽ ചെയ്യുന്നവർ. അവർക്ക് ഈ മെറ്റാകോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് കുറവായിരിക്കും, അങ്ങനെ ചിന്തിച്ച് ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഉള്ളവർ അങ്ങനെ ആലോചിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബെറ്ററായിട്ട് പ്ലാൻ ചെയ്യും, അതേമാതിരി തന്നെ ബെറ്ററായിട്ട് നമ്മുടെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇനി ആക്യുറേറ്റ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് ടാസ്ക്. നമ്മളൊരു ടാസ്ക് ഇതേമാതിരി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തില്ല, ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് നിർത്തില്ല. ആ ചെയ്തതിൽ എന്തൊക്കെയാണ് പാകപ്പിഴവുകൾ, എന്തൊക്കെയാണ് നന്നായി വന്നത് എന്നുള്ളത് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ആ ടാസ്കുകൾ ചെയ്ത ടാസ്കുകൾ, അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ചെയ്തതാവണമെന്ന് മാത്രമല്ല, പഠിക്കുന്ന ഒരു കാര്യമാവാം, പുറത്ത് പോയി ചെയ്യുന്ന ഒരു ടാസ്ക് വേണമെന്ന് മാത്രമല്ല, പഠിക്കാവും. അപ്പോൾ നിങ്ങളൊരു ടോപ്പിക് എടുത്ത് അത് പഠിക്കാവും. ആ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും, അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യും. അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ചെയ്യും. അതും ഈ മെറ്റാകോഗ്നിറ്റീവ് സ്കില്ലുള്ളവർക്കാണ് അതും നടക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ഇവാലുവേഷനിലേക്കൊക്കെ പോകുള്ളൂ. അടുത്തത് ഇൻക്രീസ്ഡ് ലേണിംഗ് ഔട്ട്പുട്ട്. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ഔട്ട്പുട്ട് വളരെ ഇൻക്രീസ്ഡ് ആവില്ലേ, നല്ല എൻഹാൻസ്ഡ് ആയിരിക്കും. നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ലേണിംഗ് ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? വളരെ മികച്ച ഒരു ലേണിംഗ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. നന്നായിട്ട് ഒരു കാര്യം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് അന്വേഷിച്ച് ആലോചിച്ച് ചെയ്യുന്നവരുടെ എപ്പോഴും ആ ചെയ്ത ടാസ്ക് എപ്പോഴും എങ്ങനെയായിരിക്കും? നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും അതിന് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ലേണിംഗ് നമ്മുടെ ഇമ്പോർട്ടൻസ് പറയാനുള്ളത്, മെറ്റാകോഗ്നിഷൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി പറയാനുള്ളത് അതിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കമ്പണൻസ് ഓഫ് മെറ്റാകോഗ്നിഷൻ ആണ് പറയാനുള്ളത്. 3 കമ്പണൻസ് ആണ് മെറ്റാകോഗ്നിഷൻ ഉള്ളത്: മെറ്റാകോഗ്നിറ്റീവ് നോളജ്, മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ ആൻഡ് മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ്. മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അറിവ് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വൺസ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് പ്രോസസ്സസ്. നമുക്കുള്ള എബിലിറ്റീസ്, കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അറിവൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തിനെ പറ്റിയിട്ടൊക്കെ അറിവുണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു നോളജ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്ന് പറയാം. ഈ മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള അറിവിനെ നമ്മൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ പറയും, ലോക്കലായിട്ട് നമ്മുടെ സംഭാഷണത്തിലൊക്കെ പറയും, എല്ലായിടത്തും പോയി വിളമ്പരുത് എന്ന് പറയും. നിങ്ങൾക്ക് അറിവുണ്ട് വെച്ചിട്ട് എല്ലായിടത്തും പോയി വിളമ്പരുത് എന്ന് പറയും. അതുതന്നെയാണ് ഈ മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്കുള്ള അറിവുകളെല്ലാം എല്ലാ സന്ദർഭത്തിലും പോയിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, ഉള്ള നോളജിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. ആവശ്യമുള്ള സമയത്താണ് നമ്മളത് പുറത്തെടുക്കുക. ഒരു സന്ദർഭോചിതമായിട്ടാണ് നമ്മുടെ നോളജ്, നമ്മുടെ അറിവ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെയൊക്കെ റെഗുലേറ്റർ പറയില്ലേ, അത് ഈ പറഞ്ഞ മാതിരി റെഗുലേറ്റർ എന്തിനാണ് ഉപയോഗിക്കുക? ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നല്ല തണുപ്പുള്ളപ്പോൾ 1-ലിടണ ഫാന് നമ്മൾ ഈ നല്ല ചൂടുള്ള സമയത്ത് 5-ലാണ് ഇടുക. അപ്പോൾ നമ്മുടെ ആ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഫാനിൻ്റെ കാറ്റ് റെഗുലേറ്റ് ചെയ്യുകയാണ്. അതേമാതിരി തന്നെ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ നോളജിനെയും റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. വേണ്ടത് വേണ്ട സമയത്ത് പറയുക അല്ലെങ്കിൽ ചെയ്യുക. ആ നോളജിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അതെന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആണ്. നമ്മുടെ അറിവിനുമായിട്ട് നമുക്കൊരു കാര്യമുണ്ട്, ഒരു കാര്യം പഠിക്കുന്നുണ്ട്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതിനെയാണ് നമ്മൾ മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ പറ്റി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടീച്ചർ സ്പെഷ്യലായിട്ട് ചെയ്യുക, സ്പെഷ്യലായിട്ടല്ല, ടീച്ചർ എന്തെങ്കിലും ഒരു ടീച്ചിങ് സ്ട്രാറ്റജി കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണത്. ക്ലാസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതാണ് ആദ്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളുടെ ഒരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുമായിട്ട്, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്കുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
ഇനി ഓരോ കമ്പണൻസിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റാകോഗ്നിറ്റീവ് നോളജിൽ 3 കമ്പണൻസ് ആണ് വരുന്നത്. ഡിക്ലറേറ്റീവ് നോളജ്, പ്രൊസീജിയറൽ നോളജ് ആൻഡ് കണ്ടീഷണൽ നോളജ്. ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എബിലിറ്റീസ്, കേപ്പബിലിറ്റീസ്, ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് അതൊക്കെയാണ് നമ്മുടെ കഴിവുകൾ. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് വിചാരിക്കുക. ആ വണ്ടി ഓടിക്കുന്ന ആ അറിയാമെന്നുള്ള അറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കാനുള്ള അറിവുണ്ടല്ലോ, എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയും, അതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയാം. ഈ പ്രൊസീജിയറൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോളജ് അബൌട്ട് ഹൗ ടു പെർഫോം ടാസ്ക് എഫക്റ്റീവ്ലി. നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു അറിവുണ്ട്, അതുണ്ട്, പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതെങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള അറിവിനെയാണ് ഈ പ്രൊസീജിയറൽ നോളജ് എന്ന് പറയുക. ആദ്യം നമ്മൾ വണ്ടിയിൽ താക്കോലിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ പെർഫോം ചെയ്യാം, നമുക്കുള്ള അറിവിനെ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ള നോളജിനെയാണ് പ്രൊസീജിയറൽ നോളജ് എന്ന് പറയാം. ഈ കണ്ടീഷണൽ നോളജ് എന്ന് പറഞ്ഞാലോ, നോയിങ് വെൻ ആൻഡ് വൈ ടു യൂസ് ഡിഫറെൻറ്റ് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ്. നമുക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് ഒരു ഹോൺ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ എത്തേണ്ട സ്ഥലം ഓടിക്കുന്ന അത്രയും ദൂരം നമ്മൾ ഹോൺ അടിക്കില്ലല്ലോ. അത് എപ്പോൾ അടിക്കണം, എങ്ങനെ വേണം, എത്രത്തോളം സൗണ്ടിൽ അടിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഇപ്പോൾ ബസ്സിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ സൗണ്ട് ഉള്ളതും നല്ല ഭയങ്കര സൗണ്ടുള്ള ഹോണും ഉണ്ടാവും. അപ്പോൾ അത് അവർ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കുക. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നോളജ് എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷണൽ ആയിട്ട് നോളജിനെ എക്സിക്യൂട്ട് ചെയ്യുക. അതുതന്നെയാണ് കണ്ടീഷണൽ നോളജ് എന്ന് പറയാം. അപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് നോളജിൽ 3 എണ്ണമാണുള്ളത്. ഡിക്ലറേറ്റീവ് ഉണ്ട്, പ്രൊസീജിയറൽ ഉണ്ട്, കണ്ടീഷണൽ നോളജ് ഉണ്ട്. 3 നോളജാണുള്ളത്. അടുത്തത് പറയുന്നതാണ് മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ. റെഗുലേഷനിലും ഇതേ പറഞ്ഞ മാതിരി 3 കാര്യങ്ങളാണ്: പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. പ്ലാൻ ചെയ്യണം. നമ്മൾ ആദ്യം ഏതൊക്കെ സ്ട്രാറ്റജീസാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ റിസോഴ്സസ് ആണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ നമ്മൾ കണ്ടെത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മൈക്രോ ടീച്ചിങ്ങിന് ക്ലാസ് എടുക്കുകയാണ്, ഇൻട്രഡക്ഷൻ്റെ സ്കില്ലിന് വേണ്ടി ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യില്ലേ, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഞാൻ അതിന് എന്താണ് ഇൻട്രഡക്ഷൻ പറയേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് വരെ, അന്ന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് വരെ നിങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പോൾ അതിന് ഏതൊക്കെ റിസോഴ്സസ് നോക്കണം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കണം, ഇനി ആരുടെയെങ്കിലും ക്ലാസ് ഇതേ പറഞ്ഞ മാതിരി യൂട്യൂബിലൊക്കെ ക്ലാസ് കാണാൻ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. നിങ്ങളൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോണതിന് മുന്നേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. അതിനുശേഷം മോണിറ്റർ ചെയ്യും. നിങ്ങളത് ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ കാര്യമാണ്. ആ മൈക്രോ ടീച്ചിങ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഓൺഗോയിങ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, സ്വയമേ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം ഈ കഥ പറയണമായിരുന്നു ഇൻട്രഡക്ഷനായിട്ട്, അതിന് ശേഷം ഇങ്ങനെ ചെയ്യണമായിരുന്നു, അപ്പോഴേക്കും ഒരു കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറയണം, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് അത് ശരിയായില്ല, അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചത്, പക്ഷേ ശരിയായില്ല, പിള്ളേർ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞപ്പോൾ ശരിയായില്ല, എൻ്റെ ആ കണക്ഷൻ പോയി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷനിൽ ഈ 3 കാര്യങ്ങളാണ് ചെയ്യുക. ആദ്യം പ്ലാൻ ചെയ്യും, അതിനുശേഷം മോണിറ്റർ ചെയ്യും, അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്യും. അടുത്ത് പറയുന്നത് മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നതൊക്കെ അയാളുടെ ഈ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ മഴേനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് മഴയെ പറ്റിയിട്ടുണ്ടാവുക. നല്ല ഒരു കടലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല മഴ പെയ്യുമ്പോൾ കടൽ ഭയങ്കര പ്രശ്നമാവും, കടലേറ്റുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ല സാധാരണ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുക. അല്ലാതെ നാട്ടിൻപുറത്ത് ഓടൊക്കെ ഇട്ടിട്ട് ഓടിനൊരു പൊട്ടലൊക്കെ ഉള്ള വീട്ടിൽ താമസിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ല, മഴയെ പറ്റി ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ല ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന ഒരു മലയുടെ ആ മലമ്പ്രദേശത്തൊക്കെ താമസിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവും. അങ്ങനെ ഓരോ കുട്ടിക്കും ഒരേ സാധനമാണ് മഴ എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ, പക്ഷെ അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ എക്സ്പീരിയൻസുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റീനെ ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മഴ പെയ്യുമ്പോഴേക്കും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശത്ത് താമസിക്കുക, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ ഒരു ബിഹേവിയറിൽ ഉണ്ടാക്കിയെടുക്കുന്ന വ്യത്യാസങ്ങൾ, ഒരു അഡാപ്റ്റേഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനെ ഷേപ്പ് ചെയ്യുന്നത് അവർക്ക് ഉണ്ടാവുന്ന
ഇത്തരം എക്സ്പീരിയൻസസുകളിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോളജിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കൊഗ്നിറ്റീവ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകളെയാണ് മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇനി പറയാനുള്ളത് നമുക്ക് എങ്ങനെയൊക്കെയാണ് മെറ്റാകോഗ്നിഷൻ എങ്ങനെയൊക്കെയാണ് ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ലേണിങ്ങിൽ നമ്മൾ ലേണർ എന്തായിരിക്കും, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇപ്പോൾ ചിന്തിച്ച് വിശകലനം ചെയ്തൊക്കെ പഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ലേൺ ചെയ്യുന്ന ഒരാളായിരിക്കും. അടുത്തത് എന്താ പറയുക, ഇനാബിൾസ് സെൽഫ് മോണിറ്ററിങ്. സ്വന്തമായിട്ട് വിശകലനം ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ മെറ്റാകോഗ്നിഷനിൽ. അപ്പോൾ അവരുടെ സെൽഫ് മോണിറ്ററിങ്ങിനെയൊക്കെ ഇനേബിൾ ചെയ്യും. അവരുടെ തന്നെ അറിവുകളെ പറ്റിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ സ്വന്തമായിട്ടൊരു വിശകലനം നടത്തുന്നുണ്ടാവും. അപ്പോൾ സെൽഫ് മോണിറ്ററിങ്ങിനെ ഇനേബിൾ ചെയ്യും മെറ്റാകോഗ്നിഷൻ. അതേമാതിരി ഡെവലപ്സ് എഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിനെ പറ്റിയിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചൊരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ചിലത് വായിച്ച് പഠിച്ചത് ശരിയായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒന്ന് എഴുതി പഠിക്കേണ്ടി വരും, ഒരു കൺസെപ്റ്റ് മാപ്പൊക്കെ ഉണ്ടാക്കി പഠിക്കേണ്ടി ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളത് ആലോചിച്ചെടുക്കുകയാണ്, നമ്മൾ ചെയ്ത് ശരിയായോ, എന്താണ് എനിക്കത് മനസ്സിലായില്ല, അത് എന്താ കാര്യം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജീസൊക്കെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ആ കണ്ടന്റിനനുസരിച്ചിട്ടൊക്കെ ഉള്ള ലേണിംഗ് സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ മെറ്റാകോഗ്നിഷൻ സഹായിക്കും. അതേമാതിരി ഫെസിലിറ്റേറ്റ്സ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ചിന്തിച്ച് വിശകലനം ചെയ്ത് നമ്മൾ ആലോചിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും അത് ഡീപ്പറാക്കും, നല്ല കാര്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇനി അടുത്ത് പറയണത് സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. നമ്മൾ മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ആദ്യം പറയുന്നത് റിഫ്ലക്ഷൻ ഓൺ ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ പഠിക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പഠിക്കുന്ന ആ അനുഭവങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു റിഫ്ലക്ഷൻ നടത്താം. സ്വന്തമായിട്ടൊരു റിഫ്ലക്ഷൻ നടത്താനുള്ളൊരു കേപ്പബിലിറ്റി ഒക്കെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ റിഫ്ലക്ഷൻ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. നമ്മളിപ്പോൾ ബി.എഡിനൊക്കെ വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോസസ്സാണല്ലേ റിഫ്ലക്ഷൻ. നിങ്ങളൊരു മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഒരു സ്പെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഒരു സ്പെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രിറ്റിസിസം എടുത്തു കഴിഞ്ഞാൽ, ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ നടത്തുക. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയും, എന്തൊക്കെ കാര്യങ്ങൾ ശരിയായി, എന്തൊക്കെ മിസ്സായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു റിഫ്ലക്ഷൻ നടത്തും. അതേമാതിരി എന്ത് ചെയ്യുക, ലേണിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ മെറ്റാകോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ സെൽഫ് ക്വസ്റ്റനിങ്, ഗോൾ സെറ്റിംഗ് പോലെയൊക്കെയുള്ള മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ച് പഠിക്കുക, സ്വന്തമായിട്ട് തന്നെ ചോദിച്ച് പഠിക്കുക. എപ്പോഴും തന്നെ ആൾക്കാർ പറയും, നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബി.എഡിന് പഠിച്ചതിനേക്കാൾ നന്നായിട്ട് ഒരാൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, കൂടുതൽ വായിക്കുന്നുണ്ട്, എവിടെ നിന്നൊക്കെ നോളജ് കിട്ടാവുന്നോ അതൊക്കെ തപ്പിയെടുത്ത് വന്നിട്ടാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് വേണ്ടി പഠിക്കുമ്പോൾ എന്താ ചെയ്യുക, സ്വന്തമായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് പഠിക്കുകയാണ്. ഈ ഭാഗത്ത് എന്താ ഇങ്ങനെ വന്നത്, ഇതെന്താ അതിൻ്റെ അർത്ഥം, ഇങ്ങനെ വന്നാൽ ശരിയാവുക, ഈ സ്റ്റെപ്പ് എന്താ പറയണത്, അങ്ങനെ നമ്മൾ സെൽഫായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്. അപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം സ്ട്രാറ്റജീസ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അടുത്തതാണ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു ലേണിംഗ് ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം പഠിക്കണം, എത്ര മാർക്ക് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ലേണിംഗ് ഗോളുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കാം. അടുത്തതാണ് ഫോസ്റ്റർ എ സപ്പോർട്ടീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. ക്ലാസ് റൂം അങ്ങനത്തെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അപ്പോൾ കുട്ടികൾ ഈ പറഞ്ഞ മാതിരി ചിന്തിച്ച് മനസ്സിലാക്കി അവർക്കൊരു ഡൗട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ അവരെ ചീത്ത പറഞ്ഞിരുത്തരുത്, അത് നമ്മൾ എൻകറേജ് ചെയ്യണം. അങ്ങനെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിലാണ് കുട്ടികളുടെ ഈ മെറ്റാകോഗ്നിറ്റീവ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്ട്രാറ്റജീസ് പറയുന്നത്, മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് പറയുന്നത്. അപ്പോൾ താങ്ക് യു. നമ്മളിന്ന് മെറ്റാകോഗ്നിഷനാണ് പഠിച്ചത്. അതിൻ്റെ കമ്പണൻസ് പഠിച്ചു, ഇമ്പോർട്ടൻസ് പഠിച്ചു, എല്ലാ കമ്പണൻസും പഠിച്ചു, അതിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പണൻസുകൾ പഠിച്ചു. പിന്നെ അതിൻ്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസൊക്കെ പഠിച്ചു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.